നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളിലേക്ക് എത്തുവാൻ തടസ്സമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദൈവം നമ്മളോട് പറഞ്ഞതിനെ അവിശ്വസിക്കുക, വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് വാഗ്ദത്തങ്ങളിലേക്ക് എത്തുവാൻ തടസ്സമായിരിക്കുന്ന ഏറ്റവും വലിയ വസ്തുതയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്നത് അവർ കേട്ടത് അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല എന്നാണ്. എബ്രായ ലേഖനത്തിൽ ഇസ്രായേലിയരെ നോക്കി, പഴയ നിയമ ഇസ്രായേലിയരെ നോക്കി അപ്പോസ്തലൻ പറയുന്ന ഏറ്റവും വലിയ പരാതി, അവരുടെ മുമ്പിൽ കേട്ട, അവരുടെ കാതുകളിൽ കേട്ട ആ ദൈവശബ്ദം, വാഗ്ദത്തങ്ങൾ, അത് അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല. അതുകൊണ്ട് കേട്ടത് കൊണ്ട് അവർക്ക് ഉപകാരം വന്നില്ല എന്ന് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നൂറുകണക്കിന് വാഗ്ദത്തങ്ങൾ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരുപക്ഷെ നമ്മൾ ദൈവവചനത്തിന്റെ ചിന്തകളിലൂടെ, ധ്യാനങ്ങളിലൂടെ, നമ്മൾ തന്നെ വേദപുസ്തകം തുറന്ന് വായിച്ചപ്പോൾ, അല്ല ഏതാണ്ടും ദൈവദാസന്മാർ നമ്മളോട് പറഞ്ഞ വാക്കുകൾ, പരിശുദ്ധാത്മാവ് നേരിട്ട് നമ്മളോട് സംസാരിച്ച പ്രധാനപ്പെട്ട ആത്മീക ചിന്തകൾ, അല്ലെങ്കിൽ നമ്മളോടുള്ള വാഗ്ദത്തത്തിന്റെ ശബ്ദങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ മറുഭാഗത്ത് അതിന്റെ ഇങ്ങേ സൈഡിൽ നമ്മൾ കേൾക്കുന്ന അവിശ്വാസത്തിന്റെ വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ, അത് തീർച്ചയായിട്ടും വാഗ്ദത്തത്തിന്റെ മറ്റൊരു തടസ്സമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്.